കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിൽ. പ്രവർത്തകരുടെ ഗൃഹസന്ദർശനങ്ങളും അണികളുടെ റോഡ് ഷോകളുമായി മുന്നണികൾ കളം നിറയുകയാണ്. രാഹുൽ ഗാന്ധി OJ ജനീഷിനായി പ്രചാരണത്തിന് എത്തുന്നതോടെ ആവേശം അണപ്പൊട്ടും. ഇതോടെ കൊടുങ്ങല്ലൂരിലെ മത്സരം ബലാബലമായി മാറിയിരിക്കുകയാണ്. 10 വർഷമായി MLA ആയ VR സുനിൽകുമാറിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ മുൻതൂക്കം ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ UDF സ്ഥാനാർത്ഥി OJ ജനീഷ് ശക്തമായ പ്രചരണത്തിലൂടെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. പാഴായ 10 വർഷങ്ങൾ എന്നതായിരുന്നു സുനിൽകുമാറിനെതിരെയുള്ള UDF ആയുധം. വയനാട് ഫണ്ട് വിവാദമായിരുന്നു തിരിച്ചടിക്കാനുള്ള LDFിൻ്റെ മറുമരുന്ന്. ഷാഫി പറമ്പിലും ചാണ്ടി ഉമ്മനും മണ്ഡലത്തിലെത്തി യുവാക്കളെ ഇളക്കിമറിച്ചു. മറുപടിയായി മെഗാ റോഡ് ഷോ നടത്തിയാണ് LDF ശക്തി തെളിയിച്ചത്. വയനാട് ഫണ്ട് തട്ടിപ്പ് കോൺഗ്രസ് നടത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചുള്ള പ്രചരണം LDF നടത്തിയപ്പോൾ പുല്ലൂറ്റ് പാലം തകർച്ച, കരൂപ്പടന്ന പാലം തകർച്ച, പുല്ലൂറ്റ് VK രാജൻ മൈതാനം പണി പൂർത്തിയാക്കാതിരുന്നത്, തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ മണ്ഡലത്തിലെ ഇഴകൽ മാള മേഖലയിലെ വിവിധ പദ്ധതികൾ നിർത്തിവച്ചത് എന്നിവ UDF ചൂണ്ടിക്കാട്ടി പ്രചരണം കൊഴുപ്പിച്ചു. 1300 കോടിയുടെ റോഡ് വികസനമായിരുന്നു LDF മറുപടിയെങ്കിലും അവസാന ലാപ്പിൽ പ്രചരണം ആരോപണ പ്രത്യാരോപണങ്ങളുമായി മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. അതിനിടെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജും പ്രചരണവുമായി മണ്ഡലത്തിൽ സജീവമാണ്. പുതിയ വികസന മാർഗരേഖകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ വർഗീസ് ജോർജിനായി പ്രചരണത്തിന് എത്തിയത് പ്രവർത്തകരിൽ ആവേശം പകർന്നു. മീഡിയ ടൈം, മാള.